പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. 142 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി ജനവിധി തേടുന്ന ഭവാനിപൂരിൽ അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടികൾ. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, ഇപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും BJPയും ഒക്കെ ഉള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, തലസ്ഥാനമായ കൊൽക്കത്തയിലെ 11 സീറ്റുകൾ ഉൾപ്പെടെ 8 ജില്ലകളിലെ 142 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സേനയോടൊപ്പം കേന്ദ്ര സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസിനൊപ്പം കേന്ദ്ര സേനയും ഇപ്പോൾ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട നഗരങ്ങളിലെ, അതായത് 7 ജില്ലകളിലെ 142 മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ് ശതമാനമായിരുന്നു രേഖപ്പെടുത്തിയത്. ഏകദേശം 93% പോളിംഗ്. ആ റെക്കോർഡ് തന്നെയാണ് ഇത്തവണയും ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആയാലും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ട് BJP ആയാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 152 സീറ്റിൽ അതിൽ 110 സീറ്റോളം തങ്ങൾ നേടുമെന്നാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒരു അവകാശവാദം. അതേസമയം തന്നെ SIR അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ രാഷ്ട്രീയ കാറ്റ് അത് തങ്ങൾക്ക് അനുകൂലമാകുന്നു, അല്ലെങ്കിൽ 4ാം തവണയും തങ്ങൾ അധികാരത്തിലെത്തും എന്നൊരു ആത്മവിശ്വാസമാണ് തൃണമൂൽ ക്യാമ്പുകൾ പ്രകടമാക്കുന്നത്. ഏകദേശം 142 സീറ്റിലേക്ക് 1448 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അത് ഭവാനിപ്പൂരാണ്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് BJPയുടെ പ്രതിപക്ഷ നേതാവും തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയും മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും ഏറ്റുമുട്ടുന്നു എന്നതാണ് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജി തോൽക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. അതിന് പിന്നാലെയാണ് ഭവാനിപ്പൂരിൽ ഒരു ബൈ ഇലക്ഷനിലൂടെ വിജയിച്ച് മമതാ ബാനർജി പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ആകുന്നതും ആ കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും BJPയുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും ഏറ്റുമുട്ടുമ്പോൾ അത് 2021 ആവർത്തിക്കുമോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ക്രമസമാധാനത്തിന്റെ ചുമതലക്കായി UP എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു നിയമിച്ചത്. അത് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട 7 ജില്ലകൾ, അത് കൊൽക്കത്ത നോർത്ത്, കൊൽക്കത്ത സൗത്ത് അടക്കമുള്ള അത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 142 സീറ്റിൽ അതിൽ 123 സീറ്റോളം തൃണമൂൽ കോൺഗ്രസ് നേടി. ഈ ആത്മവിശ്വാസമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും തൃണമൂൽ ക്യാമ്പ് പ്രകടമാക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 142 സീറ്റിൽ ആകെ നേടാനായത് 18 സീറ്റാണ്. BJPക്ക് ആകെ നേടാനായത് ആ 18 സീറ്റ് മാത്രമാണ്. ഇത്തവണ അതിൽ നിന്ന് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക BJPയുടെ എക്കാലത്തും ചിരകാല സ്വപ്നമായിട്ടുള്ള പശ്ചിമ ബംഗാൾ പിടിക്കുക എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ അഭിമാന പ്രശ്നമായി തീർന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെത്തി ഇറക്കി മമതാ ബാനർജിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനരോഷം ആഞ്ഞടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ദേശീയ നേതാക്കളായിരുന്നു ഈ പശ്ചിമ ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം തങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ BJP ക്യാമ്പുകളും പ്രകടമാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള, അത് ദക്ഷിണ ബംഗാളിലെ
പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് നിലവിൽ ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന പോലെ തന്നെ ഭവാനിപ്പൂരിൽ ഒരു അഭിമാന പ്രശ്നം അല്ലെങ്കിൽ അഭിമാന പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. BJPയുടെ സുവേന്ദു അധികാരിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള TMCയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ 2021 ആവർത്തിക്കുമോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 152 സീറ്റിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 93% വോട്ട് ശതമാനമായി രേഖപ്പെടുത്തിയത് അത് രണ്ടാം ഘട്ടത്തിലും പ്രതിഫലിക്കും അല്ലെങ്കിൽ റെക്കോർഡ് പോളിംഗ് തന്നെ രേഖപ്പെടുത്തും എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ആയാലും BJP ആയാലും പ്രകടമാക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാനം 35 വർഷത്തിലധികം ഭരിച്ച CPIM-ഉം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 142 സീറ്റിലേക്കുള്ള 1448 സ്ഥാനാർത്ഥികൾ ഇന്ന് ജനവിധി തേടും. ആ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഈ ക്രമസമാധാനത്തിന് ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ക്രമസമാധാനത്തിനായി സംസ്ഥാന പോലീസ് സേനയോടൊപ്പം കേന്ദ്ര സേനയും നിലവിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. അരുണിമ. ശരി, വ്യക്തമാണ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് പശ്ചിമബംഗാളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്രസേനയൊക്കെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. 142 മണ്ഡലങ്ങളിലേക്കൊക്കെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായിട്ടുള്ള മമതാ ബാനർജി ജനവിധി തേടുന്ന ഭവാനിപൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പാർട്ടികളുള്ളത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികളൊക്കെ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.